നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ റിവേഴ്സ് മൈഗ്രേഷൻ അത്ര ട്രെൻഡൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പം റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്, ഹാർഷ് റിയാലിറ്റി എന്ന് തന്നെ പറയാം. റിവേഴ്സ് മൈഗ്രേഷൻ നടത്താനുള്ള ഒരു 5 കാരണങ്ങൾ പറയാം. അതിപ്പോൾ കാനഡ ആണെങ്കിലും UK ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും റിവേഴ്സ് മൈഗ്രേഷനുള്ള ഒരു 5 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ജോബില്ലാത്ത അവസ്ഥ. ഈ പറയുന്ന മാതിരിയുള്ള ജോബ് ഇഷ്ടം പോലെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ജോബ് സ്കേഴ്സിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ജോബ് ലോസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്ന എക്സ്പെൻസ്, ഗ്രോസറി എക്സ്പെൻസ് ആണെങ്കിലും റെൻറ്റ് എക്സ്പെൻസ് ആണെങ്കിലും ഒക്കെ വളരെ വളരെ കൂടുതലാണ്. ലിവിങ് എക്സ്പെൻസ് ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് വരുന്ന ക്ലൈമറ്റ് വലിയൊരു ഫാക്ടറാണ്. ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഉണ്ട്, മെൻ്റൽ ഹെൽത്തും വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ്സ്. ഈ ഒരു 5 കാര്യങ്ങളാണ് ആൾക്കാർ തിരിച്ചു വരാനുള്ള ഒരു മെയിൻ റീസണായിട്ട് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ലോൺലെസ് സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരും തിരിച്ചു നാട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. സോ നാട്ടിലോട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ അങ്ങനെ കളിയാക്കാൻ പാടില്ല. ബിക്കോസ് അവർ കടന്നു പോയിട്ടുള്ള അവസ്ഥ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഈ ഒരു കാരണങ്ങളൊക്കെ നിലവിലുണ്ട്. അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ.